എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ മേടക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 2024 മെയ് മാസം 1-ാം തീയതി ഇടവക്കൂറിലേക്ക് മാറാൻ പോവുകയാണ്. 2025 മെയ് 14-ാം തീയതി വരെയുള്ള ഇടവക്കൂറിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം മൂലം മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകൾ ജനിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതി നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, എന്നാൽ നമുക്കിനി വ്യാഴമാൻ്റെ ഫലങ്ങളിലേക്ക് കടക്കാം. മകയിരം അവസാനത്തെ 2 പാദങ്ങൾ, തിരുവാതിര, പുണർതം നാളിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ അടങ്ങിയിട്ടുള്ള മിഥുനക്കൂറിൽ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ നോക്കാം. 2024 മെയ് 1-ാം തീയതി മുതൽ ചെലവുകളെ സൂചിപ്പിക്കുന്ന 12-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം മിഥുനക്കൂറുകാരുടെ യോഗാധിപനായ ശുക്രൻ്റെ രാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ ദോഷഫലങ്ങൾ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാവുകയില്ല. എങ്കിലും ഈ കാലയളവിൽ ചെലവുകൾ അധികരിക്കുന്നതാണ്. മാത്രമല്ല, വരാൻ പോകുന്ന 1 വർഷക്കാലം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നല്ലപോലെ ആലോചിക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുന്നതുമാണ് നല്ലത്. ചെലവുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അത് പൊതുവെ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും. ഉദാഹരണത്തിന്, സന്താനങ്ങളുടെ പഠന കാര്യങ്ങൾ, സ്ഥലം വാങ്ങുക അല്ലെങ്കിൽ വാങ്ങിയ സ്ഥലത്ത് വീട് വയ്ക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും കൂടുതലും പണം ചിലവഴിക്കേണ്ടി വരിക. ഗൃഹനിർമ്മാണത്തിന് ബാങ്ക് ലോൺ ഉടനെ ലഭ്യമാകും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ്. കലാരംഗത്തുള്ളവർക്ക് കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ സാധിക്കും. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം കൂടുമെങ്കിലും അതിനനുസരിച്ചുള്ള വരുമാനവും വന്നു ചേരുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണിത്. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് പുതിയ തന്ത്രങ്ങളിലൂടെ ലാഭം കൈവരിക്കാൻ സാധിക്കും. അതേസമയം മറ്റുള്ളവരുടെ ഉപദേശം കേട്ടുകൊണ്ടും ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾ അനുകൂലമാണോ എന്ന് നോക്കാതെയും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നഷ്ടം വരാനും സാധ്യതയുണ്ട്. 4-ാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിൽ സ്ഥലം വാങ്ങുവാനോ അല്ലെങ്കിൽ വാങ്ങിയ സ്ഥലത്ത് വീട് കെട്ടാനോ യോഗമുണ്ടാകും. വ്യാഴം 6-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ തിരിച്ചറിയാൻ സാധിക്കും. വ്യാഴം അഷ്ടമരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ യാത്രകൾ വർദ്ധിക്കുന്നത് മൂലം ക്ഷീണം അനുഭവപ്പെടും. 2024 മെയ് 1 മുതൽ ജൂൺ 13-ാം തീയതി വരെ ഇടവക്കൂറിലുള്ള സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തികയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ മനോധൈര്യം അധികരിക്കും. ഇടയ്ക്കിടെ യാത്രകൾ ചെയ്യേണ്ടതായി വരും. ജൂൺ 13 മുതൽ ഓഗസ്റ്റ് 20 വരെ നേർഗതിയിലും പിന്നീട് നവംബർ അവസാനം മുതൽ 2025 ഏപ്രിൽ വരെ വക്രഗതിയിലും ഇടവക്കൂറിലുള്ള ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. ആ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിക്കും. തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയിരുന്ന പണം തിരികെ ലഭിക്കും. 2024 ഓഗസ്റ്റ് 20 മുതൽ നവംബർ 28 വരെ ചൊവ്വയുടെ നക്ഷത്രമായ മകയിരത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ സഹോദരങ്ങൾക്ക് വേണ്ടിയും വസ്തുസംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ചെലവുകൾ ഉണ്ടാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ മിഥുനക്കൂറിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ചെലവുകൾ അധികരിക്കുന്ന സമയമാണെങ്കിലും വ്യാഴദൃഷ്ടി മൂലം അനുകൂല ഫലങ്ങളും ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മിഥുനക്കൂറിൽ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.